മലർ മണം മാഞ്ഞല്ലോ, മറ്റുള്ളോർ പോയല്ലോ, മമ്മ സഖി നീ എന്ന് വന്നു ചേരും. നിങ്ങൾ ആരും അത് വേറെ എനിക്ക് മനസ്സിലായി. മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ. എല്ലാവർക്കും നമസ്കാരം. കണ്ണൻ ജി നാഥ് കലാകാരന്റെ പാചക കലാകാര്യത്തിലേക്ക് ഓണം സ്പെഷ്യൽ പാചക കലാകാര്യത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഓണം സ്പെഷ്യലിൽ എന്താണ് ഏതാണ് എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട പാറുവിന് ഞാൻ മൈക്ക് കൈമാറുന്നു. നമസ്കാരം. ഇന്ന് നമ്മള് പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കണേ. പാവയ്ക്ക കിച്ചടി. ഇപ്പൊ പാവയ്ക്ക അവിടെ ഇങ്ങനെ കനം കുറച്ച് ഒരാൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛന്റെ ചക്കരമോൾ, സുന്ദരിയായ ചക്കരമോൾ. ഇപ്പൊ ഒരു ഒന്നുകൂടെ സുന്ദരിയായ ചക്കരമോൾ, സുന്ദരിയായ അച്ഛന്റെ ചക്കരമോൾ ഇപ്പൊ ഒരു ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ പറവൂര് സ്കൂളിൽ നിന്ന് യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു. അപ്പൊ അതിന്റെ ഇനാഗുറേഷൻ ചെയ്യാൻ പോയിക്കായിരുന്നു ചീഫ് ഗസ്റ്റ്. അനുചേച്ചിയുടെ സ്കൂള്, ശ്രീജാമിസിന്റെ സ്കൂള് പോയിരിക്കുക നമ്മള്. അതിലൊക്കത്തില് നമ്മുടെ ദിലു പഠിക്കണ സ്കൂള്, അതും കൂടെ ദിൽവിനും ദിൽവിന് പറയാൻ പറ്റില്ല. ഉണ്ണിക്കുട്ടൻ നമ്മുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ദിൽന ഷമീറിന്റെ സ്കൂള്. വന്നല്ലോ വനമാല. ഞങ്ങളുടെ പ്രധാന താരം നമ്മളുടെ ഇവിടുത്തെ വലിയ മുറ തമ്പുരാട്ടി, അതായത് സുമ മാമതൻ ഉരുളിയുമായി എത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് സുമ മാമതിന് പറയാനുള്ളത് പറഞ്ഞോളൂ. ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ട? എല്ലാവർക്കും ഇഷ്ടമായ എല്ലാം പരീക്ഷിച്ചോക്കെ എല്ലാവരും. അത്രേ ഉള്ളൂ, അത് കാണാതെ പഠിച്ചു ഒറ്റടിക്ക്. അപ്പോ നാളികേരവും പച്ചമുളകും ഇത്തിരി കടുകും കൂടെ അരയ്ക്കണം. ചിലര് ജീരകം കൂട്ടാറുണ്ട്, പക്ഷെ ഞാൻ കൂട്ടാറില്ല. കാരണം ജീരകം കൂട്ടുമ്പോ ഒരു മോര് കൂട്ടാന്റെ സ്വാദാ. അതുകൊണ്ട് പച്ചടി കിച്ചടി സാധനങ്ങളിൽ ഒന്നിലും ഞാൻ ജീരകം അരയ്ക്കാറില്ല. രാവിലെ എന്നെ കളരി കഴിഞ്ഞ് വന്ന് എന്നോട് പറയാ കായ മേടിക്കണം മോളെ, മുന്തിരി വാങ്ങണം. അപ്പൊ ഞാൻ വിചാരിച്ചു കിച്ചടി ഉണ്ടാക്കാനായിരിക്കും, എനിക്ക് ആളിനുണ്ടാക്കാനായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഇത് രണ്ടും മേടിച്ചിട്ട് ഉണ്ടാക്കണത് പാവയ്ക്ക പച്ചടി അല്ല കിച്ചടി. മൊത്തത്തിൽ കൺഫ്യൂഷനാ. നമ്മുടെ ഇവിടങ്ങളിൽ വെള്ള കളറിലുള്ളത് കിച്ചടിയും മഞ്ഞൾപ്പൊടി ചേർത്ത് മുളക് പൊടി ചേർത്ത് തൈര് ചേർത്ത് കടുക് അരയ്ക്കുന്നത് പച്ചടി. സമയമില്ലാത്ത സമയത്ത് തന്നെ കൊണ്ടാ മുന്തിരി മേടിപ്പിച്ചേ. അത് അടുത്ത ദിവസം ചെയ്യാൻ. അപ്പൊ അടുത്ത ദിവസം മേടിച്ചാ പോരായിരുന്നു. പറ്റില്ല, സമയമില്ല. എന്തൊരു മഴയായിരുന്നു. വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല. ഘോരം പെയ്യുന്ന മഴയായിരുന്നു. ഇയാള് മറന്നു പോയിട്ട് തിരിച്ചു പോയതല്ലോടോ. അതിന് എന്നെ പറഞ്ഞ എന്തിനാ? കഥ ഉണ്ടാക്കണോക്കി. ഞാൻ തന്നോട് എപ്പോഴാണ് മേടിക്കാൻ പറഞ്ഞേ? എപ്പോഴാ മേടിക്കാൻ പറഞ്ഞേ? കളരി കഴിഞ്ഞ് വന്നപ്പോ. താൻ ജിമ്മിൽ പോയി വരുമ്പോ മേടിക്കേണ്ടവരാനെ ഉദ്ദേശിച്ചുള്ളൂ. പൂക്കളോട്ടില്ല എല്ലാവരും, അത്തപ്പൂക്കളം എല്ലാവരും പൂക്കളോട്ടോ. മറന്നു പോയെങ്കിൽ ഇന്ന് തുടങ്ങിക്കോളൂ. അല്ല, ഇന്നലെ അത്തം മുതൽ ഇടാൻ മറന്നെങ്കിലേ ഇത്തവണത്തെ അത്തം എന്ന് പറയുന്നത് ചിങ്ങത്തിലായിരുന്നില്ല, അതിന് മുന്നേ ആയിരുന്നു. ശരിയാ, ഇത്തവണ കർക്കിടകത്തിലായിരുന്നു. അത് ഞാൻ അരിയും. പാവക്കയുടെ ഇത്രയും പോഷൻ അത് അമ്മ അരിഞ്ഞു കളഞ്ഞതാ. അല്ല, എന്നാ ഞാൻ അരിഞ്ഞു കളഞ്ഞതാ. ഇങ്ങനെ ഒരു സാധനം. ഒരു കാര്യം ചെയ്യൂ, വെറുതെ ഇരിക്കില്ല. പാവയ്ക്ക ഞാൻ അരിഞ്ഞു ഒരു കാര്യം ഞാൻ ചെയ്യൂല. അമ്മേ, പാവയ്ക്ക അറിയാൻ ഞാൻ പറഞ്ഞ ഞാൻ അരിഞ്ഞില്ലേ. ഉരുളി ചൂടാവട്ടെ, വെളിച്ചെണ്ണ ഒഴിക്കാം. മതി മതി. ഇത്രയും പാവയ്ക്ക വറുത്തെടുക്കണ്ടേ? ഇച്ചിരി വെളിച്ചെണ്ണയിൽ വറക്കണം. എന്തോ അത് ഹെൽത്തി ആയിട്ട് കഴിക്കും, ഹെൽത്തി ആയിട്ട്. ഞങ്ങളുടെ മാറത്തരം കഴിച്ചില്ലേ, തീർന്നില്ലേ? മതി, അവിടെ ഇരിക്കട്ടെ. നമുക്ക് നാളികേരം, കടുക്, പച്ചമുളക് ഇത് അരച്ചെടുക്കാം. ഞാൻ അരക്കൂല, അഞ്ചു മാറിഞ്ഞ അയച്ചോളാം. മുഴുവൻ എടുത്തിട്ടില്ല, ചെറിയ ജാറായതുകൊണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അത് അരക്കട്ടെ. കടുക് ചേർക്കാം. വറ്റൽമുളക്, കറിവേപ്പില, ഇതിലേക്ക് പാവയ്ക്ക നുറുക്കിയത്. ഓ, ഇങ്ങനെയാണല്ലേ പാവയ്ക്ക തീയിൽ വെക്കണേ? തീയനല്ല, കിച്ചടി. ഓ, കിച്ചടി അയച്ചു. അച്ഛനല്ല ഒന്ന് തന്നെ. പാവയ്ക്ക കൊണ്ട് എന്തുണ്ടാക്കിയാലും സൂപ്പറാ. പാവയ്ക്ക കൊണ്ടാട്ടം പോലെ വറുത്തെടുത്തിട്ട് വെക്കണവരുണ്ട്, അതും നല്ലത് തന്നെയാ. ഇത്തിരി വെള്ളം ഒഴിക്കാതെ അറിയില്ലേ എന്റെ ചേച്ചി ഇങ്ങോട്ട് വരിക. ഇത് നല്ല പോലെ മുരിഞ്ഞു വരണം. കാരണം കുറച്ചരിഞ്ഞ ലക്ഷണാട്ടായി കാണുന്നത്. ചോദിച്ചു നോക്കൂ, വെണ്ണ പോലെ അരയണം എന്നൊക്കെ പറയും. അരച്ചിട്ടേ പിന്നെ അമ്മയുടെ പോലെ അരച്ചിലുണ്ടാവും. മതിയോ? ശരിക്കും മതിയോ? പാവയ്ക്കായിരുന്നു ഞാൻ കുറ്റം പറഞ്ഞു തന്നെ. കണ്ടതുണ്ടം വെട്ടിയിട്ടൊന്നും അതിനൊന്നും ചെയ്തു തരൂല. ചെയ്യണത് മര്യാദക്ക് ചെയ്യണം. ഇതിലിപ്പോ എന്തെത്ര വൃത്തിയേടുള്ളേ? ഇതിൽ പലതും കാണിച്ചത് ഒരു വൃത്തിയേടും ഇല്ല. ഇതിൽ പലതും പല വലിപ്പം. കഷ്ണം അരിയുമ്പോ എല്ലാം ഒരേ വലിപ്പത്തിലിരിക്കണം. എല്ലാ അമ്മമാരും എങ്ങനെയാ?
ചെയ്തില്ലെങ്കിൽ അത് കുറ്റം, ചെയ്താൽ അത് കുറ്റം. ചെയ്യണത് മര്യാദക്ക് ചെയ്യണം. ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം വേണം. കഷ്ണം അരിയണ അതിനൊക്കെ ഒരു ഭംഗിയുണ്ടെന്നേ, അതൊക്കെ ഒരു കലയാണ്. 3-4 കഷ്ണം ഇതിൽ വലുതാ. അവിടെ നീട്ടി എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് ഈ കഷ്ണം നുറുക്കണതിലൊക്കെ ഭയങ്കര നിർബന്ധങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ കഴിക്കല്ലേ, കോമ്പറ്റീഷൻ അയക്കാനൊന്നും അല്ലല്ലോ. എന്താണെങ്കിലും ചെയ്യണ പണിക്ക് വൃത്തി വേണം. ചേച്ചി കണക്കാ, അനിയത്തി കണക്കാ. ചേച്ചി നിന്റെ കൂട്ടുകാരിയാ, അതുപോലെ തന്നെ ഇടുള്ളൂ. ആദ്യ വഴിക്കിട്ടിട്ട് ഒരാൾ പോയി, അപ്പോഴും ഇളക്കാൻ ഞാൻ വേണം. വന്നിട്ട് പറയാം അയ്യോ കരിച്ചെന്ന് പറയും. അമ്മയെ പറ്റി കുറ്റം പറഞ്ഞില്ല. അറിയാം നിങ്ങൾ അച്ഛനും മക്കളൊക്കെ എന്തൊക്കെ പറയും. എന്ത് പറഞ്ഞാലും ചെയ്യണ പണി വൃത്തിയായില്ലെങ്കിൽ ഞാൻ ചീത്ത പറയും. അത് അച്ഛനെയും കൊള്ളാം, മക്കളായാലും കൊള്ളാം. ഇത് വൃത്തിയായോ? കുഴപ്പമില്ല. എല്ലാവരും ഉണ്ടായിരുന്നു. ആരോ പണങ്ങളേ ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂള. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നുടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നുടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ എത്ര സ്നാപ്പിളിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പേ കണ്ടു. കൊണ്ടുവന്നപ്പോ എല്ലാം തകർന്നു പോയിന്നാണോ? നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം. അത് വിരിച്ചടി ഹെൽപ്പ് ചെയ്യേ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ. ആ ചൂടിക്കുവാൻ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് നോക്കണ്ടേ പാടും. അതല്ല അതിൻ്റെ ഒരു അഭിനയം എന്ന് പറയണത്. ഇനി പറയാം. മലർ മണം മാഞ്ഞല്ലോ, മറ്റുള്ളോർ പോയല്ലോ, മമ്മ സഖി നീ എന്ന് വന്നു ചേരും. നിങ്ങൾ ആരോ ഉദ്ദേശിച്ച് പാടണം. അത് പേരാ, എനിക്ക് മനസ്സിലായി. മലർ മണം മാഞ്ഞല്ലോ, മറ്റുള്ളോർ പോയല്ലോ, മമ സഖി നീ എന്ന് വന്നു ചേരും. മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ, മമ സഖി നീ എന്ന് വന്നു ചേരും. നീ ഡുവേറ്റ് ഡാൻസ് ഇത്തിരി നേരം മിണ്ടരുത്. ഒരു പുഷ്പം ഡുവേറ്റ് വേണ്ടേ? നിങ്ങളൊക്കെ ഞാൻ ഇവിടെ ഓടിപ്പിച്ചു വിടും. നിർത്തി. അപ്പൊ നമ്മുടെ പാവയ്ക്കൊക്കെ പാകമായി. ഇനി അതിലേക്ക് അരച്ച നാളികേരം, അരച്ച നാളികേരം ചേർത്ത് പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കാം. സോറി, പാവയ്ക്ക പച്ചടി ഉണ്ടാക്കാം. പച്ചടി അല്ലേ? തീയല്, പാവയ്ക്ക മെഴുകുവരട്ടി അല്ലേ? തോരൻ, തോരൻ, കോരൻ. ഇവിടെ ഇട്ടല്ലോ ഈ മനുഷ്യനെ ഒരിക്കൽ പോലും കൊടപ്പൻ എന്നാ വായെന്ന് വരൂല. കളിയാക്കി പറയുള്ളൂ കൊരപ്പൻ. തോരൻ എന്ന് പറയില്ല, കോരൻ എന്ന് പറയുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. അത് പഠിച്ചൊഴിക്കണ്ടേ? അത് ഒഴിക്കാം. അതൊക്കെ എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടു. കൊടുത്തുള്ളണോ? നോക്കിയേ. തൈര് ഒഴിക്കാനുള്ളതുകൊണ്ടാണ് ഉപ്പത്തിരി കൂട്ടിയിടണം കേട്ടോ.
അതെ, ഓണത്തിന്റെ ആഘോഷങ്ങൾക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും കളിക്കാൻ ഒരു ദിവസത്തെ വർക്ക്ഷോപ്പ് വെച്ചിട്ടില്ലേ? അത് പറഞ്ഞോ താൻ? പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസത്തെ വർക്ക്ഷോപ്പ് ഞാൻ വെക്കുന്നുണ്ട്. ഭരതനാട്യത്തിന്റെ വർക്ക്ഷോപ്പ് സൂപ്പറായി, അത് നന്നായിട്ട് പോയി. നല്ല കുട്ടികളായിരുന്നു. ഇതിപ്പോ ഓണം സ്പെഷ്യൽ, ഓണം സ്പെഷ്യൽ ആയിട്ട് ഒറ്റ ദിവസത്തെ വർക്ക്ഷോപ്പ്, വളരെ നിസ്സാരം ഫീസ്. ഒരു സിനിമാ പാട്ട് ഏതെങ്കിലും 2 മിനിറ്റേ ഉള്ളൂ. അതായത് എല്ലായിടത്തും ഇപ്പൊ ഓണാഘോഷം നടക്കാനുള്ള അവിടെ കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ വിളിച്ചോളൂ. സ്കൂളുകളിൽ, കോളേജുകളിൽ, ഓഫീസുകളിൽ, ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും കൂടെ കൂടുമ്പോൾ നമ്മൾ ഓൾറെഡി ഡാൻസ് കളിക്കുമല്ലോ. അപ്പോൾ അത് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഐറ്റം പഠിപ്പിച്ചു തരാം. 2 മിനിറ്റേ ഉള്ളൂ. ഫീസ് നിസ്സാരേ ഉള്ളൂ. പഠിക്കണമെന്നുണ്ടെങ്കിൽ 9388636993 ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഇപ്പൊ തന്നെ വിളിച്ചോളൂ, കണ്ണഞ്ചിനാഥ് കലാകാരന്റെ നമ്പറിലേക്ക്. ഇതൊന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ തൈര് അടിച്ച് ചേർക്കാം. നാളികേരം അരയ്ക്കുമ്പോൾ തൈര് അരച്ചിട്ട് ചേർത്താലും മതി. പക്ഷെ എനിക്ക് നാളികേരത്തിന്റെ പച്ച ടേസ്റ്റ് പോവാനും ആ പച്ചമുളകിന്റെ എരിവൊക്കെ ഇതിൽ ഇറങ്ങാനും വേണ്ടിയിട്ടാണ്. ഇപ്പൊ വീട്ടില് ചിറ്റന്മാരൊക്കെ ചെയ്യണത് തൈരും കൂടെ കൂട്ടി അടിച്ചിട്ട് ഒരുമിച്ച് ഒന്ന് പതഞ്ഞ് വരുമ്പോഴാ അത് ചെയ്യാറ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഇതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ അടിച്ച തൈര് അതിൽ ചേർക്കും. ചൂടാറി കഴിയുമ്പോൾ ഈ തൈരൊന്ന് കട്ട ഉടച്ചെടുക്കണം. അതൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കണം. കറക്ക്. ഞാൻ തിരക്കില്ല. മതി. എനിക്ക് തൈര് അടിക്കാൻ പേടിയാ. ഇങ്ങനെ തെറിക്കും. ഇത്തിരി വെച്ചാലും ചിലപ്പോൾ തെറിക്കും. ഇതൊന്ന് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ആ തൈര് ഇതിൽ ചേർത്ത് കൊടുക്കാം. സുമേച്ചി ഒന്നും വിളിക്കില്ല, തിരക്കിലാണ് അവിടെ. തണുത്ത സർവത്ത് ഉപ്പ് സോഡ കുടിക്കാൻ തോന്നുന്നു. കുത്തിയിട്ടില്ല. തണുത്ത സർവത്ത് ഉപ്പ് സോഡ കുടിക്കാൻ തോന്നണെന്ന് ഇപ്പൊ മേടിച്ചോ, അച്ഛൻ മേടിച്ചു തരാം കേട്ടാ. വാ കഴിയട്ടാ. തൈര് ഒഴിച്ചു. തൈര് ചേർത്തു. നമ്മുടെ കിച്ചടി റെഡിയായി. നല്ല പുളിയുള്ള തൈരാട്ടോ. സദ്യയില് തൊട്ടുകൂട്ടാനായിട്ട് വെക്കുമ്പോ ഇങ്ങനെ തിക്കായിട്ട് വെക്കും. ഇത് തന്നെ ചില ദിവസം ഞാൻ ഒഴിച്ചു കൂട്ടാനായിട്ട് വെക്കും. അപ്പൊ എന്ത് ചെയ്യും? മോര് നല്ലപോലെ മോര് പോലെ ആക്കിയിട്ട് ഒഴിക്കും. അപ്പൊ ഒഴിച്ചു കൂട്ടാനായിട്ട് എടുക്കും. എന്തെങ്കിലും ഒരു ഉപ്പേരി മതിയല്ലോ. ഇവിടെ എല്ലാവർക്കും പാവയ്ക്ക കിച്ചടി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സദ്യയിലെ കിച്ചടി ഇതേപോലെ കുറച്ചിരിക്കും. അത് ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ വെക്കുകയല്ലേ, അപ്പൊ ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പൊ നാളെ മറ്റൊരു ഓണവിഭവമായിട്ട് വീണ്ടും കാണാം. നമസ്തേ. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. നാളെ കൃത്യം 2 മണിക്ക് കാണാൻ മറക്കരുത്. കണ്ണഞ്ചിനാഥ് കലാകാരന്റെ പാചക കലാകാര